നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. സംവിധായകൻ ഹരികുമാറിന് വിട. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദ ബാധിതനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് അന്ത്യം. സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവര പന്തൽ തുടങ്ങി 16 സിനിമകൾ സംവിധാനം ചെയ്തു. സലിം മലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ GG ഹോസ്പിറ്റലിൽ വെച്ച് ഹരികുമാറിന്റെ അന്ത്യം സംഭവിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. കാരണം അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കറിയാം, ഒരു നീണ്ട കാലയളവ്, ഒരു 40 വർഷത്തിലധികം നീണ്ട കാലയളവ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. വെറും 18 സിനിമകൾ മാത്രമാണ് ഈ 40 വർഷ കാലയളവിനിടയിൽ അദ്ദേഹം സംവിധാനം ചെയ്തത് ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ സമകാലികരായ എല്ലാ സംവിധായകരും ഒക്കെ 50ഉം 60ഉം സിനിമകളൊക്കെ സംവിധാനം ചെയ്യുമ്പോഴാണ് ഈ ഒരു കണക്ക് ഉള്ളത്. മാത്രമല്ല, അദ്ദേഹം സർക്കാർ ജീവനക്കാരനായിരിക്കെ ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ 1981 സംവിധാനം ചെയ്യുന്നത്. ആമ്പൽപ്പൂവ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമ സാമ്പത്തികമായി വിജയിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ ജോലിയിൽ നിന്നും മാറാൻ തീരുമാനിച്ചതുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമയിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്താൽ മതി, ഈ മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്താൽ മതി എന്നൊരാഗ്രഹത്തോടുകൂടി സിനിമയിലേക്ക് എത്തുന്നയാളാണ്. പക്ഷെ ആദ്യ സിനിമയുടെ പരാജയത്തെ തുടർന്ന് അദ്ദേഹം വെറുതെ ഇരുന്നില്ല. തൊട്ടടുത്ത വർഷം തന്നെ അടുത്ത സിനിമ സംവിധാനം ചെയ്തു. അങ്ങനെ അതിനുശേഷമുള്ള ഈ 40 വർഷ കാലയളവിനിടയിൽ ഇദ്ദേഹം KG ജോർജും ഭരതനുമൊക്കെ മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യങ്ങളായി മാറിയിരുന്ന കാലത്താണ് സിനിമാ സംവിധാനം തുടങ്ങുന്നതെങ്കിൽ അതിനുശേഷം പല കാലഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. 1994 പുറത്തിറങ്ങിയ MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി മമ്മൂട്ടി നായകനായി അഭിനയിച്ച സുഹൃതമായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു സിനിമ. വലിയ നിരൂപക പ്രശംസയും ഒപ്പം തന്നെ സ്വീകാര്യതയും ഒക്കെ, ബോക്സ് ഓഫീസ് സ്വീകാര്യതയും ഒക്കെ നേടിയ സിനിമയായിരുന്നു. സലിം മലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന ഹർജി തള്ളി. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത്. CMRൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടില്ല എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുന്നതായും കോടതി നിരീക്ഷിച്ചു. തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞില്ലെന്നും ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായി എന്നാണ് CPIMന്റെ പ്രതികരണം. കോടതി വിധി തെറ്റാണെന്ന് കോടതി വിധി തിരിച്ചടിയാണെന്ന് സമ്മതിച്ച മാത്യു കുഴൽനാടൻ തെളിവുകളിലെ ന്യൂനത പരിശോധിക്കണമെന്നും പറഞ്ഞു. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ? സെറ്റ് ബാക്കാണ്. ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള 5 രേഖകൾ, ആ 5 രേഖകൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നതുമായി നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കോടതി ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല, അതിൽ പറയുന്നത് ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണമായി നടത്തിയിട്ടുണ്ട്. ഹർജി ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല, ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നടക്കമുള്ള കണ്ടെത്തലുകളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. CMRൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും കോടതി ചോദ്യമുന്നയിച്ചു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. IRE CMRലിന് ഇൽമനേറ്റ് നൽകിയതിൽ അഴിമതിയില്ല, ഇൽമനേറ്റ് സൗജന്യമായി കൊടുത്തുവെന്ന ആരോപണം ഹർജിയിലില്ല. മാത്രവുമല്ല, ഈ ഇടപാടിൽ CMRലിന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും
KRMLന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം ഈ കോടതി വിധിക്ക് പിന്നാലെ കോടതി വിധിയെ സ്വാഗതം ചെയ്ത CPIM അതിരൂക്ഷമായ ഭാഷയിൽ മാത്യു കുഴൽനാടനെ വിമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ കൽപ്പിത കഥകൾ മെനയുന്നതിന് വിധി നീട്ടിവെപ്പിച്ചു. കോടതി തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ മാത്യു കുഴൽനാടൻ ആവശ്യങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറിയെന്നും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ശ്രദ്ധ തിരിക്കലായിരുന്നു മാത്യു കുഴൽനാടന്റെ ലക്ഷ്യമെന്നും കൂടാതെ ആരോപണം ഉന്നയിച്ചവർ ഈ ഒരു ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയണമെന്നും പ്രസ്താവനയിലൂടെ CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് നിയമപോരാട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരുമെന്നും അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകളും 9.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. മാവിൻ ചുവട് മാട്ടുപുറം റോഡിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽപ്പെട്ട ആളാണ് റിയാസ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, നിലവിൽ റിയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിയാസിനെ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണി മുതലാണ് ആന്റി ടെറർ സ്ക്വാഡും അതോടൊപ്പം SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇന്ന് പരിശോധന നടത്തിയത്. പരിശോധനയിൽ റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകൾ പിടിച്ചെടുത്തു, 9 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ 20 വെടിയുണ്ടകളും പിടിച്ചെടുത്തു. ഏത് സാഹചര്യത്തിലാണ് ഈ വസ്തുക്കൾ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ പരിശോധന. വിമല പുട്ടാദിത്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഇന്ന് പരിശോധന നടത്തിയത്. ഇവിടെ മാത്രമല്ല, പെരുമ്പാവൂരിലും വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇന്ന് പരിശോധന നടത്തും. വരും ദിവസങ്ങളിലും സമാനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസുകാർ പരിശോധനയ്ക്ക് ശേഷം തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ്. ഈ നിലവിൽ റിയാസ് കഴിഞ്ഞ വർഷം ഒരു 302, അതായത് കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ ഒരു പ്രമുഖ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാൾ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകളും 9.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. 25 തിരകളും പോലീസ് പിടിച്ചെടുത്തു. മാവിൻ ചുവട് മാട്ടുപുറം റോഡിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽപ്പെട്ട ആളാണ് റിയാസ്. റിയാസിനെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, പറഞ്ഞോളൂ. വേണു, നിലവിൽ റിയാസിന്റെ പശ്ചാത്തലം നേരത്തെ 7ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റിയാസ് എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പെരുമ്പാവൂരുള്ള ഗുണ്ടാ സംഘം നേതാവായ അനസിന്റെ ഗ്യാങ്ങിൽപ്പെട്ടയാളാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ ഒരു 302 കേസിൽ പ്രതിയാണ്. കഴിഞ്ഞ വർഷം നടന്ന ഒരു കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇന്ന് 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ റിയാസിന്റെ വീട്ടിൽ തോക്കുകൾ രഹസ്യമായി ഒളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അതോടൊപ്പം കമാൻഡോസ് അടങ്ങിയ സംഘവുമാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധനയിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. ഈ വസ്തുക്കൾക്ക്, അതായത് തോക്കുകൾക്ക് 4 തോക്കുകൾ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക്. കെജ്രിവാളിനെതിരെ NIA അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തു. നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്നും പണം സ്വീകരിച്ചു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇത്തരത്തിലൊരു പരാതി, അത് ലോക ഹിന്ദു സംഘടനയുടെ ഒരു നേതാവാണ് ഈ പരാതി നൽകുന്നത്. തുടർന്നാണ് ഈ ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഈ പരാതിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിലൊരു NIA അന്വേഷണം വേണമെന്നുള്ള ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് കേജ്രിവാള് ഈ ഒരു നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നതായിരുന്നു ആരോപണം. അതായത് 2014 മുതൽ 2022 വരെ ഏതാണ്ട് $16 മില്യൺ കൈപ്പറ്റി എന്നാണ് ഈ പരാതിക്കാരൻ ലഫ്റ്റനന്റ് ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ന്യൂയോർക്കിൽ വച്ച് ഒരു രഹസ്യ യോഗം അത് ഈ ഖാലിസ്ഥാൻ ഭീകരരുമായി
ചേർന്നു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഈ പരാതിക്കാരൻ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ദേവേന്ദ്രപാൽ ബുള്ളറിന്റെ മോചനമടക്കമുള്ള കാര്യങ്ങളിൽ കേജ്രിവാൾ ഉറപ്പ് നൽകി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുപാർശയാണ് NIAക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വീണ്ടും കേജ്രിവാളിനെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഒരു ആരോപണം. തുടർന്നുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കമെന്നുമാണ് ആം ആദ്മി ആരോപിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നും ആം ആദ്മി ആരോപിക്കുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. വേണു. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കാൻ നിർദ്ദേശം. ഇളവുകളോടെയുള്ള സർക്കാർ ഉത്തരവ് കർശനമായി നടപ്പാക്കാനും ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ഉത്തരവിന്റെ പകർപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല എന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പരിഷ്കാരങ്ങളിൽ ചില ഇളവുകൾ വരുത്തി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഒരു ഉത്തരവിറക്കിയത്. ഉത്തരവിൽ വിശദമായ ഇളവുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഉന്നയിച്ച ഒരു ആക്ഷേപം, അതായത് ഈ പകർപ്പ് അത് പുറത്തിറങ്ങിയെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള സർക്കുലർ പ്രകാരമുള്ള ടെസ്റ്റുകൾ നടത്താനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇതിന് ഗതാഗത കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. എല്ലാ ഉദ്യോഗസ്ഥരിലേക്കും ഇത് എത്തിക്കണമെന്ന് ജോയിന്റ് RTO ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ഉത്തരവിൽ പറയുന്നത് പ്രകാരമുള്ള ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള എല്ലാ നടപടികളും എല്ലാ കാര്യങ്ങളും അതേപടി കൃത്യമായി നടപ്പിലാക്കണമെന്നുള്ള കാര്യവും ഈ ഗതാഗത കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പനമ്പള്ളി നഗറിൽ മാതാവ് കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. കൊച്ചി കോർപ്പറേഷനും പോലീസും ചേർന്നാണ് സംസ്കരിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള സമ്മതപത്രം യുവതി എഴുതി നൽകിയിരുന്നു. പ്രസവത്തിന് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടയുടൻ യുവതിയെ ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം. മണിക്കൂറുകൾ മാത്രമുള്ള ആയുസിൽ അനുഭവിച്ചു തീർത്ത വേദനകൾ, മോർച്ചറിയുടെ തണുപ്പിൽ വിറങ്ങലിച്ചുപോയ കുഞ്ഞു ശരീരം, പുല്ലേപ്പടി പൊതുശ്മശാനത്തിലേക്കെത്തിയ ആംബുലൻസിൽ നിന്നും പൊള്ളുന്ന വേദനയോടെ പോലീസുകാർ പുറത്തേക്കെടുത്തുവച്ചു. ജനിച്ചയുടൻ വേദനകൾ മാത്രം അനുഭവിച്ച അവന് പൂക്കളും കളിപ്പാട്ടവും നൽകി മടക്കയാത്ര. ആരുമില്ലാതെ ആരും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നില്ലെന്ന്. അന്ത്യയാത്രയിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാനെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മളെല്ലാം മരണപ്പെടുമ്പോൾ നമുക്കെല്ലാം വേണ്ടി കാത്തിരിക്കാനും ഈ മൃതശരീരം ഏറ്റുവാങ്ങാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൽ ആരും അനാഥരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത്. മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ കുഞ്ഞിന് അന്ത്യവിശ്രമം ഒരുക്കിയതിന് സമീപമായി അവനും ഒരിടം കണ്ടെത്തി. കൊച്ചി. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്.